ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോഴത്തെ ഒരു ബെയറിഷ് മാർക്കറ്റിൽ ക്രിട്ടിക്കലായിട്ട് നിൽക്കാനായിട്ടുള്ള ഏതാനും ഇൻപുട്സ് ആണ്. സോ ഈ ഇൻപുട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കുറേ ചാർട്ട്സിൽ വർക്കൗട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ ഇൻപുട്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സിങ്ക്രണൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. എനിവേ, ഇൻപുട്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള സൂം ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് പറയുന്ന ഏതാനും കാര്യങ്ങൾ: ഒന്ന്, എങ്ങനെയാണ് ബെയറിഷ് മാർക്കറ്റ് നമുക്ക് മാനേവർ ചെയ്യാൻ പറ്റുന്നത്; രണ്ട്, നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വോളിയം ഇൻഡിക്കേറ്റർ മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ വോളിയം ഇൻഡിക്കേറ്റർ, കൂടുതൽ ഫോക്കസ് കിട്ടുന്ന ഒരു വോളിയം ഇൻഡിക്കേറ്റർ, കൂടുതൽ പെട്ടെന്ന് ഇൻസൈറ്റ് തരുന്ന ഒരു വോളിയം ഇൻഡിക്കേറ്റർ പറഞ്ഞു തരാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിൽ ടോപ്പിനെ കണ്ടുപിടിച്ചിട്ട് ടോപ്പിൽ നിന്ന് മാർക്കറ്റ് സെല്ലിലേക്ക് വരാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 70-80% ആക്യുറസി ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ധാരാളം പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിത്തിൻ മൈ ലിമിറ്റ്, ഞാൻ സിവിയർ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള എൻ്റെ ലീഗൽ ടൈം ഫ്രെയിം ഉള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ 4 കാര്യങ്ങളിൽ താങ്കൾ സീരിയസ് ആണെങ്കിൽ, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ തീർച്ചയായും ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷനാണ് പ്ലാൻ ചെയ്യുന്നത്, ഒരു ക്ലാസ്സാണ് പ്ലാൻ ചെയ്യുന്നത്. താങ്കൾ സീരിയസ് ആയാൽ മാത്രമേ കൺസീവ് ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് എടുത്തു പറയുന്നു. കാര്യം ഇത് ഒരു കുട്ടിക്കളിയല്ല, തമാശയല്ല. സ്റ്റോക്ക് ട്രേഡിംഗ് ഒരു സീരിയസ് ബിസിനസ്സാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്താൽ നമുക്കത് എന്നാലും പറയാൻപ്പെടും, ഒരു സംശയം വേണ്ട. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, തീർച്ചയായും എനിക്ക് മെയിൽ അയക്കുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കണം, എൻ്റെ സൂം ലിങ്കിന് പരിധിയുണ്ട്. പരിധി കൂടെ ആൾക്കാർ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ഏർലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ പറയുന്നത് ഈ ബെയർ മാർക്കറ്റിൽ നിൽക്കാൻ വേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള ഏതാനും കാര്യങ്ങളെ കുറിച്ചാണ്. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളെ വീഡിയോ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സൂമിൽ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബെയറിഷ് മാർക്കറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതിൻ്റെ ഏതാനും പോയിൻറ്റ്സാണ് പറയുന്നത്. എല്ലാ പോയിൻറ്റ്സും കൂടെ പറയാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് വീഡിയോയിൽ. ഏതാനും പോയിൻറ്റ്സ് മാത്രമാണ് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ചാർട്ടുകളൊക്കെ തന്നെയും പഴയ ചാർട്ടുകളാണ്. സോ നിങ്ങളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പഴയ ചാർട്ടുകളിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പം ബജാജ് ഓട്ടോയുടെ ചാർട്ടാണ് ഇത്. 2023 ചാർട്ടാണ്. അപ്പം ഈ കൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, മീൻ റിവേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. ഇത് 2023 മീൻ റിവേഷനിൽ വർക്ക് ചെയ്തൊരു സ്റ്റോക്കാണ്. 1 ഇയർ ബാക്ക് മീൻ റിവേഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മീനിൽ വന്നതിന് ശേഷം, മീൻ എന്ന് പറയുന്നത് എനി ടൈപ്പ് ഓഫ് EMA ആകാം. ഓരോ ചാർട്ടിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവിങ് ആവറേജാണ് ഉള്ളത്. ഇത് ചുമ്മാ നമ്മൾ മൂവിങ് ആവറേജ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല. മീൻ റിവേഷൻ എന്താണെന്ന് പഠിക്കണം. എൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഒരു ബാക്കിലേക്ക് പോയി നോക്കിയാൽ ആ വീഡിയോയ്ക്കകത്തുനിന്ന്, അത് കണ്ടിന്യൂസ് 2 വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്, ആ വീഡിയോയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് മീൻ റിവേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്, എത്ര നാൾ വരെയാണ് മീൻ റിവേഷൻ സാധാരണ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. സോ കഴിവതും മീൻ റിവേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പോയിന്റ് നമ്പർ 2, സെയിം ചാർട്ടാണ് ബജാജ് ഓട്ടോയുടെ. ഇത് 6 മാസം മുമ്പിലത്തെ ചാർട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു റെസിസ്റ്റൻസിൻ്റെ ലെവലിൽ നിങ്ങൾ ഒരു സ്റ്റോക്കിനെ കണ്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് ബിൽഡപ്പ് അത്യാവശ്യമാണ്. ഇതാണ് ഫസ്റ്റ് ലോ, അതിനുശേഷമുള്ള അടുത്ത ലോ ഇതാണ്, അതിനുശേഷമുള്ള അടുത്ത ലോ ഇതാണ്. എപ്പോഴും ബിൽഡപ്പിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് ഔട്ടിന് പവർ ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, സോ ബിൽഡപ്പിൽ റെസിസ്റ്റൻസ് അത്യാവശ്യമാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിന്, ഏത് മാർക്കറ്റ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം, എപ്പോഴും ബ്രേക്ക് ഔട്ടിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഇങ്ങനത്തെ ബെയർ മാർക്കറ്റിൽ. ബെയർ മാർക്കറ്റ് എന്ന് പറയാൻ കാര്യം എന്താ, സാധാരണയുള്ള ബ്രേക്ക് ഔട്ട്സ് ഫെയിലിയർ ആയിപ്പോൾ അതിനാണ് ബെയർ മാർക്കറ്റ് നമ്മൾ പറയുന്നത്. ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഹ്യൂജായിട്ട് സ്റ്റോക്ക് താഴെപ്പോലുള്ള സാധ്യതകൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്ക് ഔട്ടിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ പുൾ ബാക്കിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പുൾ ബാക്കിൻ്റെ അനാലിസിസിലാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉള്ളത്. പുൾ ബാക്കിനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഹയർ ലോ ആണ്. ഇത് പുൾ ബാക്ക് വന്നിട്ടാണ് സ്റ്റോക്ക് കീറിപ്പോയത്. സ്റ്റോക്ക് കീറിപ്പോയ ലെവലാണ് ഈ കാണിക്കുന്നത്. പഴയ ചാർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് കാണിക്കുന്നത്. സംതിങ് ജൂലൈ ഓഗസ്റ്റിലെ ചാർട്ടാണ്, ഇപ്പോഴത്തെ ചാർട്ടല്ല. പുൾ ബാക്കിൽ റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ. ദിസ് എ റിജക്ഷൻ ക്യാൻഡിൽ. റിജക്ഷൻ ക്യാൻഡിൽ നിങ്ങൾ നോക്ക്, റിജക്ഷൻ ക്യാൻഡിൽ കമ്പാരിറ്റീവ്ലി വോളിയം പ്രീവിയസ് ലെവലുമായിട്ട് നോക്കുമ്പോൾ വോളിയം കുറവാണ്. അതിനുശേഷം സ്റ്റോക്ക് നേരെ എന്താ സംഭവിക്കുന്നത്, പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് നേരെ ചാടിക്കയറിപ്പോയി. പുൾ ബാക്ക് കംപ്ലീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ചെറിയൊരു സട്ടിൽ ലെവലിൽ ബ്രേക്കൗട്ട് വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 75 മിനിറ്റ്സിൽ നിങ്ങൾ താഴെ പോയതിന് ശേഷം കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
ശ്രദ്ധിക്കേണ്ട കാര്യം എസ്പെഷ്യലി ബെയർ മാർക്കറ്റ്സിൽ ബ്രേക്ക്ഔട്ട്സ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ എപ്പോഴും പുൾ ബാക്ക് വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, ഏത് സ്റ്റോക്ക് എടുത്താലും അതിന് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനാലിസിസ് പഠിക്കണം. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ, വീക്കിലിക്കകത്തുനിന്ന് സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റും, ഡെയിലി ഇന്ന് ഓപ്പറേഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ച് ഐഡിയ കിട്ടും, 4 hours കുറേ കൂടെ മൈക്രോസ്കോപ്പിക് അനാലിസിസ് കിട്ടും. അവിടുന്ന് വേണമെങ്കിൽ സെവനിഫിൻസ് പോയാൽ നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. സോ സ്ട്രെങ്ത് വീക്കിലിയിൽ മനസ്സിലാക്കണം, ഓപ്പറേഷണൽ അനാലിസിസ് ഡെയിലിയിൽ നിന്ന് മനസ്സിലാക്കണം, അതിനുശേഷമുള്ള മൈക്രോസ്കോപ്പിക് അനാലിസിസ് ആണ് 4 hours 70 minutes നമുക്ക് കിട്ടുന്നത്. കഴിവതും 70 minutes എൻട്രി എടുക്കാൻ സാധിച്ചാൽ അതുപോലെ അത് ബെസ്റ്റ് ട്രേഡ്സ് ആയിട്ട് ഒരുപക്ഷെ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും, അത് ഏത് മാർക്കറ്റിലും, ബെയറിഷ് മാർക്കറ്റിലാണെങ്കിലും ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിലും ലോ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും, നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കൂടിയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അനാലിസിസ്, മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്, കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ഏത് മാർക്കറ്റും വീക്കിലി നിന്നാണ് സ്ട്രെങ്ത് അറിയുന്നത് സ്റ്റോക്കിൻ്റെ, ഡെയിലി നിന്നാണ് ഓപ്പറേഷൻ മൂവ്മെൻറ്റ് അറിയുന്നത്. 4 hours ഒന്ന് താഴെ പോയാൽ പല കേസിലും ഡെയിലിയെക്കാട്ടും ക്ലാരിറ്റി 4 hours നമുക്ക് കിട്ടാറുണ്ട്. അവിടെ നിങ്ങൾക്ക് എൻട്രി 70 minutes പോയി നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ലോവർ ടൈം ഫ്രെയിം റിജക്ഷൻ വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് അനാലിസിസിൽ. നിങ്ങൾ ഈ ഒരു ലെവലൊന്ന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ലോവർ ടൈം ഫ്രെയിമാണ്. ലോവർ ടൈം ഫ്രെയിമിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യം റെസിസ്റ്റൻസ് ഈ ലെവലായിരുന്നു, റെസിസ്റ്റൻസ് പിന്നെ താഴത്തേക്ക് വന്ന് നേരെ റെസിസ്റ്റൻസ് എന്തായി, വോളറ്റാലിറ്റി കംപ്രഷനാണ് നടക്കുന്നത്, കോൺട്രാക്ഷൻ, ഹ്യൂജ് കോൺട്രാക്ഷൻ വന്നു, എന്നിട്ടാണ് ബ്രേക്ക്ഔട്ട് കൊടുത്ത് പോയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഡ് ക്യാൻഡിൽസിലൊന്നും വോളിയം ഇല്ല. ദർ ഇസ് നോ വോളിയം റെഡ് ക്യാൻഡിൽസൊക്കെ. ഇവിടെ നമ്മൾ കാണുന്നത് ആ റെഡ് ക്യാൻഡിൽസിലൊന്നും വോളിയം ഇല്ല. ദാറ്റ് മീൻസ് ഈ റെഡ് ക്യാൻഡിൽ കാണിക്കുന്നതൊക്കെ ഡാർക്ക് ബ്ലാക്ക് ആണ് കാണിക്കുന്നത് അല്ലേ. ഈ ഡാർക്ക് ബ്ലാക്ക് കാണിക്കുന്നത് വോളിയത്തിൻ്റെ ഷോർട്ടേജ് ആണ്. റെഡ് ക്യാൻഡിൽസ് ഒന്നും വോളിയം ഇല്ല, ഗ്രീൻ ക്യാൻഡിൽ വോളിയമുണ്ട്. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ, മാർക്കറ്റ് തിരിച്ചേറാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ് ഈ ഒരു സ്റ്റോക്കിൽ. വീണ്ടും ബജാജ് ഓട്ടോയാണ്, സെപ്റ്റംബറിലെ ചാർട്ടാണിത്, 4 മാസം മുമ്പിലത്തെ ചാർട്ടാണിത്. സോ എന്നിട്ടാണ് സ്റ്റോക്ക് പതുക്കെ റിജക്ഷൻ സംഭവിച്ചത്. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താ, ഇതാണ് റിജക്ഷൻ ക്യാൻഡിൽ. ഫസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ ഇത് ഇവിടെയാണ് നടത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ഇവിടം വരെ താഴെ പോയതിനു ശേഷം സ്റ്റോക്ക് വലിച്ചു പൊക്കി. എന്നിട്ട് അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് എന്താ സംബന്ധിച്ചത്, ക്ലോസ് നിയർ ടു റെസിസ്റ്റൻസ് ലെവലിലേക്ക് ക്ലോസ് ചെയ്തു സ്റ്റോക്കിനെ. ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കയറിപ്പോയത്. ഇപ്പോൾ എപ്പോഴും ലോവർ ടൈം ഫ്രെയിമിൽ റിജക്ഷനും അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽസിൻ്റെ വോളിയം, റെഡ് ക്യാൻഡിൽസിൻ്റെ ആ ബോഡിയുടെ സൈസും മാറ്റേഴ്സ് ഹ്യൂജ്ലി. ആക്ച്വലി നമ്മളത് അനലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അടുത്ത പോയിന്റ്, ഫിബോനച്ചി നിങ്ങൾ പഠിച്ചിട്ടില്ല, തീർച്ചയായും നിങ്ങൾ പഠിക്കണം. ഫിബോനച്ചി വളരെ ക്രിട്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നൊരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ ക്രിട്ടിക്കലായിട്ട് ഫിബോനച്ചി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫിബോനച്ചി ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ, ഇവിടെ മാർക്കറ്റ് ട്രെൻഡ് ചെയ്ത് കയറി തിരിച്ച് താഴെ വരാൻ നേരത്തെ ഏത് ഫിബ് ലെവലിലാണ് സപ്പോർട്ട് എടുക്കുന്നത്, ഏകദേശം ഒരു സോണാണ്, ഒരു പോയിൻ്റ് അല്ല. നമുക്കൊന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ ലെവലിൽ നിന്നും നമ്മൾ ഈ ലെവൽ വരെ നമ്മൾ പോയാൽ ഫിബ് സപ്പോർട്ട് എടുത്തിരുന്ന പോയിൻറ്റ് 236 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 236 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വീക്കായിട്ടുള്ള ഏത് മാർക്കറ്റ് പോലും, അത് ബെയറിഷ് മാർക്കറ്റോ ബുള്ളിഷ് മാർക്കറ്റോ ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 236 അല്ലെങ്കിൽ 382 മാത്രം സപ്പോർട്ട് എടുത്ത് കയറുന്ന സ്റ്റോക്കുകളെ വേണം ഫോളോ ചെയ്യാനായിട്ട്. അതിന് താഴെ പോകുമ്പോൾ മൊമെൻറ്റത്തിനെ ബാധിക്കും. സോ ഏത് സ്റ്റോക്ക് നിങ്ങൾ എടുത്താലും 236 അല്ലെങ്കിൽ 382 സപ്പോർട്ട് എടുത്ത് കയറുന്ന സ്റ്റോക്കുകൾ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. 382 സപ്പോർട്ട് എടുത്താൽ 236 റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിനെ പറയുന്ന പോലെ ലോ പൊളാരിറ്റി ആണ്. സോ കഴിവതും 236 അല്ലെങ്കിൽ 382 സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. അതിന് താഴെ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൊമെൻറ്റത്തിനെ ബാധിക്കും. എസ്പെഷ്യലി ബെയറിഷ് മാർക്കറ്റ് മൊമെൻറ്റത്തിനെ കൂടുതലായിട്ട് ബാധിക്കും. സോ യു ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. എപ്പോഴും ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി കാത്തിരിക്കുക. ഇത് ജൂലൈയിലെ ക്യാൻഡിലാണ്. ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ എന്താ സംഭവിച്ചാൽ, ലോ എന്ന് പറയുന്നത് ക്യാൻഡിൽ ഇത് ഓപ്പൺ ചെയ്ത് 9,997 8,744 വരെ ലോ പോയി. ദാറ്റ് മീൻസ് 700 പോയിന്റ് താഴെ പോയിട്ട് നേരെ വലിച്ചു കയറ്റി. പല ആൾക്കാരും ഇങ്ങനത്തെ ക്യാൻഡിൽ കാണുമ്പോൾ പാനിക്കാൻ സാധ്യതയുണ്ട്. ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് ഈ ലെവലൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. ഈ ലോയുടെ ഈ ഒരു സപ്പോർട്ടിനെ മേളിൽ ക്ലോസ് ചെയ്തു. ഇവിടെയൊക്കെ എന്താ സപ്പോസ് നിങ്ങൾ ഈ സ്റ്റോക്ക് ഈ ക്യാൻഡിൽ താഴെ വരുന്തോറും നിങ്ങളുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. നോർമൽ കേസിലെ കാര്യം പറയുന്നത്. പക്ഷേ ക്ലോസ് ചെയ്യാൻ നേരത്തെ ഒരൊറ്റ കയറ്റം കയറ്റി, വലിച്ചു കയറ്റി. ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തിട്ടാണ് കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യാൻഡിൽ ക്ലോസിങ്ങിന് വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണതിൽ. ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലേ വയ്ക്കാവുള്ളൂ. സിസ്റ്റത്തിൽ വയ്ക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നിങ്ങളോട് പറയുന്ന സ്ക്വാട്ടിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് പഴയ ചാർട്ടാണ്, ഹിമാദ്രിയുടെ സംതിങ് അറൗണ്ട് സെപ്റ്റംബറിലെ ചാർട്ടാണ്. ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത് സ്റ്റോക്ക് ഒന്ന് കീറിയതിന് ശേഷം സംതിലേക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ഡെവലപ്പ് ചെയ്തത്. എക്സലൻറ്റ് വോളിയം. ദാറ്റ് മീൻസ് ഷൂട്ടിംഗ് സ്റ്റാർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പർ വിക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ, സെല്ലേഴ്സ് ആർ വെരി ഡോമിനേറ്റിംഗ്. സോ നമ്മളെന്താ വിചാരിക്കുന്നത്,
ഒരു അപ്പർ വിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൽ ക്ലോസിംഗ് ടു വേസ് ലോ ആണെങ്കിൽ വിത്ത് എക്സലം പൊളിയുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഓപ്പറേറ്റ് ഇറങ്ങി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും. പക്ഷേ എന്ത് സംഭവിച്ചാൽ നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റോക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ച കാര്യം? ഇതിനെ പറയുന്നതാണ് സ്ക്വാട്ടിംഗ് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറൊരു പേരുണ്ട് ഫേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഫേക്ക് ഔട്ടാണ് സംഭവിച്ചത്. ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ വീക്ക് ഹാൻഡ്സിനെ വെളിയിലേക്ക് പുഷ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ഫേക്ക് ഔട്ട് അല്ലെങ്കിൽ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനൊരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ സപ്പോസ് നമ്മളെല്ലാവരും ഇറങ്ങും നോർമൽ കേസ്. പക്ഷേ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ഡേ ഈ ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്തു, അടുത്ത ദിവസം അതിന് മേളിൽ ക്ലോസ് ചെയ്തു, എന്നിട്ടാണ് സ്റ്റോക്ക് കയറി പോയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനൊരു പ്രവണത നമ്മൾ കണ്ടാൽ നമ്മൾ ഈ ഒരു സോണിനെ നിങ്ങളൊരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, ഒരു 70 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് 70 മിനിറ്റ്സ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ ഇത് നമുക്ക് കിട്ടിയ ക്യാൻഡിൽ ഇതാണ് ശരിക്കും. ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയ ക്യാൻഡിൽ 75 മിനിറ്റ്സ് ക്യാൻഡിൽ. അതിനുശേഷം വന്ന പുൾ ബാക്ക്സ് നോക്ക്, എന്ത് വീക്ക് പുൾ ബാക്ക് ആണെന്ന് നിങ്ങൾ നോക്കൂ. രണ്ടാമത്തെ കാര്യം, ആ ഒരു സോൺ ലോയെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? കട്ട് ചെയ്ത് പോയിട്ടില്ല. എന്നിട്ടാണ് നേരെ കയറി പോയത്, സ്റ്റോക്ക് കയറി പോയത്. നോക്ക്, പോക്ക് നോക്ക്. അപ്പം ലീനിയർ പുൾ ബാക്ക് എന്ന് വെച്ചാൽ വളരെ വീക്കായിട്ടുള്ള പുൾ ബാക്ക് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്താ പറയേണ്ടത്, അത് വീക്ക് ഹാൻഡ്സിനെ സ്റ്റോക്കിൽ നിന്നും ഇറക്കാനുള്ള ഓപ്പറേറ്ററിൻ്റെ കളിയായിട്ട് എടുത്താൽ മതി. ബേസിക്കലി വോളിയം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് സ്റ്റോക്ക് ഒരൊറ്റ ഗേറ്റിംഗ് കയറി പോയി. സോ എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് അപ്പർ വീലുള്ള ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ഈവൻ ഇഫ് യു എക്സിറ്റ് ദി ക്യാൻഡിൽ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല എൻട്രി കിട്ടാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഇവാലുവേഷൻ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ താങ്കൾക്ക് ഈ സൂം സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെയിലേക്ക് ഞാൻ ഡീറ്റെയിൽ അയച്ചു തരാം. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ കണ്ടുകൊണ്ട് കാര്യമില്ല, ഇങ്ങനത്തെ കുറേ ധാരാളം ആയിട്ടുള്ള സിനാരിയോസ് പല സ്റ്റോക്സിൽ പല ടൈം ഫ്രെയിമിൽ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ എന്ന കാര്യം എടുത്തു പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.